إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി, കേരള നദവത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഒത്തുചേർന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ ദീനിൻ്റെ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സഹപ്രവർത്തകർ, സഹപാഠികൾ, സ്നേഹിതന്മാർ, അയൽവാസികൾ, ജീവിതത്തിലൊരു സലാം കൊണ്ടെങ്കിലും പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ മാർഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊരു വഴി പിന്തുടരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറഞ്ഞത്. ആ വഴിയെ സംബന്ധിച്ച ചർച്ചയാണ്.
മുസ്ലിം ഉമ്മത്തിൻ്റെ വ്യത്യസ്തത, വ്യതിരിക്തത ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു മാർഗം, ആ മാർഗമാണ് മില്ലത്തു ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 78-ാം സൂക്തത്തിൽ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യഥാർത്ഥ ജിഹാദ് ചെയ്യണം. ജിഹാദ് എന്ത് എന്ന് അറിയാതെ, വിവരമില്ലാതെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല, നേരെ മറിച്ച് ഹഖായ ജിഹാദ്, നേരായ ജിഹാദ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നിർവഹിക്കണം. ഹുവ ജിത്തബാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, താങ്ങാനാവാത്തത്, പ്രയാസകരമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മതത്തിൽ ശർഅാക്കിയിട്ടില്ല. നിങ്ങളോട് തുടരാൻ ആവശ്യപ്പെടുന്ന വഴി മില്ലത അബീകും ഇബ്രാഹീം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു പോയ വഴിയാണ്, മാർഗമാണ്. വിശുദ്ധ ഖുർആന്റെ ആ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ വലിയൊരു പാരമ്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വകവെച്ച് നൽകുകയാണ്. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആദർശത്തിന്റെ മഹത്വം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയ മതത്തിന്റെ പരിശുദ്ധി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. ഇബ്രാഹിം മില്ലത്തിലില്ലാത്ത ഒരു വിഷയം ലോകത്തില്ല. ഇബ്രാഹിം മില്ലത്തിൽ ഉൾപ്പെടാത്ത ഒരു വിഷയം ലോകത്ത് നാളിതുവരെ ചർച്ചയായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം 1400 വർഷങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. മനുഷ്യോൽപ്പത്തി മുതൽ വിശുദ്ധ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ പാരമ്പര്യം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാർഗം വിട്ടുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾക്ക് ഒരക്ഷരം സംസാരിക്കാൻ, ഒരു കാര്യം ചെയ്യുവാൻ സാധ്യമല്ല. ആ മാർഗം പിൻപറ്റണമെന്ന് അല്ലാഹു എന്നോടും നിങ്ങളോടും കൽപ്പിക്കുമ്പോൾ വലിയൊരു ബന്ധം വിശ്വാസികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബവുമായി വെച്ചു പുലർത്തേണ്ടതുണ്ട്. ആ ബന്ധം അവരുടെ ഖൽബിൽ ഊട്ടപ്പെടേണ്ടതുണ്ട്. അവരുടെ നിലപാടുകളിൽ അത് പ്രതിഫലിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമുണ്ട്. കാരണം ചെറിയ ആളല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത പറഞ്ഞിടത്ത് പറഞ്ഞത് ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം അസ്ലിം, നിങ്ങൾ മുസ്ലിമാകൂ, ലോകരക്ഷിതാവിനെ നിങ്ങൾ പരിപൂർണമായി സമർപ്പിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞ താമസം ഇബ്രാഹിം നബിയുടെ മറുപടി വന്നു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് പരിപൂർണമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ റബ്ബിന് പരിപൂർണമായി ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു.
ആ പ്രഖ്യാപനം വലിയ ഒരു പ്രഖ്യാപനമാണ്. ഇന്നനീ മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിനെ സമർപ്പിച്ചവനാണെന്ന പ്രഖ്യാപനം. അത് കേവലം നാമിൻ തുമ്പിൽ മാത്രമല്ല. വഇദ് ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ, പല നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച വേളയിലെല്ലാം ഫഅതമ്മഹുൻ, അദ്ദേഹം അത് പൂർത്തിയാക്കുകയാണ്. അവിടെ മുഴുവനും അദ്ദേഹം വിജയിക്കുകയാണ്. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഓർഡർ ഇറക്കുന്നത്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഓ ഇബ്രാഹിം, താങ്കൾ ചെറിയ ആളല്ല, താങ്കൾ നിസാരക്കാരനല്ല, നേരെ മറിച്ച് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ലോകത്തുള്ള സർവ്വസമൂഹത്തിനും നിങ്ങളെ നാം ഇമാമാക്കുകയാണ്. വിശ്വാസികൾക്ക് നിങ്ങളെ ഇമാമാക്കുകയാണ്, മുഅ്മിനുകൾക്ക് നിങ്ങളെ ഇമാമാക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് നിങ്ങളെ ഇമാമാക്കുകയാണ്. ആ ജീവിതത്തെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം മാത്രമല്ല, ആ കുടുംബത്തിന്റെ ജീവിതം മുഴുവനും റബ്ബ് സ്വീകരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകത്തിന്റെ വിരിമാറിൽ ജീവിച്ചു പോയ ഏതാനും മനുഷ്യജന്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചപ്പോ ആ ജീവിതത്തെ ഏറ്റെടുക്കുന്ന, ആ ജീവിതത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ജനത ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയൊരു ജീവിതമല്ലല്ലോ അത്. ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എന്നെ സമർപ്പിക്കുമെങ്കിൽ, ഞാൻ എന്നെ വെക്കുമെങ്കിൽ, ഞാൻ എന്നെ കൊടുക്കുമെങ്കിൽ അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രമായിരിക്കും. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, എന്റെ നമസ്കാരമാകട്ടെ, എന്റെ ഇതര ആരാധനാ കർമ്മങ്ങളാകട്ടെ, എന്റെ ബലികർമ്മമാകട്ടെ, അത് ഏതെങ്കിലും പടപ്പുകളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ളതല്ല. നേരെ മറിച്ച് ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കാനുള്ളതാണ്. കേവലം ഒരു വാചാടോപമല്ലത്, കേവലം ഒരു പ്രസ്താവനയല്ലത്, കേവലം ഒരു മുദ്രാവാക്യമല്ലത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പറഞ്ഞ വാചകം ഫഅതമ്മഹുന്ന, അദ്ദേഹം അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഓരോ വേളയിലും അദ്ദേഹത്തെ പിടിച്ച് അല്ലാഹു പരീക്ഷിച്ച വേളയിൽ ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് കാതോർത്തുകൊണ്ട് അതങ്ങനെ തന്നെ റബ്ബെന്തോ പറഞ്ഞത്, റബ്ബെന്തോ കൽപ്പിച്ചത് അതങ്ങനെ തന്നെ ശിരസാവഹിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും അദ്ദേഹം മാറ്റിവെച്ചത്. നമുക്കെല്ലാം അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന ഏടുകളെ സംബന്ധിച്ച്. ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദമായി ഞാനതിനെ സംബന്ധിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വഴി, ശ്രദ്ധിക്കേണ്ട ഒരു മാർഗം, ശ്രദ്ധിക്കേണ്ട ഒരു ശൈലി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സന്താനം, ആ സന്താനം ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം അദ്ദേഹത്തിന് ലഭിച്ചതാണ്. തൗഹീദിന്റെ മാർഗത്തിൽ ഇറങ്ങിയപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വാദിച്ചപ്പോ, ശിർക്കിന്റെ വാഗ്ദാക്കൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കാണേണ്ടി വന്നപ്പോ അവരോട് തൗഹീദ് പറഞ്ഞ കാരണത്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എതിരെ തീക്കുണ്ടാരം ഒരുക്കി എന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പ് വന്നു എന്ന് മാത്രമല്ല, അതെ കൈപിടിച്ചു നടക്കാൻ പഠിപ്പിച്ച തന്റെ പിതാവ് പോലും തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഓ ഇബ്രാഹിം, താങ്കൾ ഈ പണി നിർത്തിയിട്ടില്ല എങ്കിൽ, നീ ഈ പ്രസംഗം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ലഅർജുമന്നക്, നിന്നെ എറിയാൻ നിന്റെ വാപ്പ മുന്നിൽ ഉണ്ടാകുമടാ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വന്തം വാപ്പ പോലും വിളിച്ചു പറയുമ്പോ ആ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഓ ഉപ്പ, നിങ്ങൾക്ക് ഞാൻ ശല്യമായോ? ഓ ജനതയെ, നിങ്ങൾക്ക് ഞാൻ ശല്യമായോ? ഓ സമൂഹമേ, നിങ്ങൾ എല്ലാവരും എന്നെ കൊല്ലാൻ വരികയാണോ? നിങ്ങൾ എന്നെ വകവരുത്തുവാൻ തീരുമാനിക്കുകയാണോ? എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി എന്റെ ആദർശം മാറ്റാൻ ഞാൻ ഒരുക്കമല്ല, നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി തൗഹീദ് മാറ്റിവെക്കാൻ ഞാൻ ഒരുക്കമല്ല, കയ്യടിക്ക് വേണ്ടി
സ്വീകാര്യത്തിന് സ്വീകരണം, ആ സ്വീകരണം ലഭിക്കുവാൻ വേണ്ടി എന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ ഒരുക്കമല്ല. നേരെ മറിച്ച് എന്റെ ആദർശവുമായി ഞാൻ ജീവിക്കേണ്ടി വരുന്ന ഈ സാഹചര്യം എനിക്ക് പ്രതികൂലമാകുമെങ്കിൽ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പോവുകയാണ് എന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക്, ഹിജ്റ പോവുകയാണ് ഞാൻ. ഇതാ ഞാൻ എന്റെ റബ്ബിന്റെ വഴി തേടി പോവുകയാണ്. അള്ളാഹു എന്നോട് കൽപ്പിച്ച ഹിജ്റയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അവിടെ നിന്ന് സ്വന്തം കുടുംബത്തോട് വിട പറഞ്ഞ്, നാട്ടുകാരോട് വിട പറഞ്ഞ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സർവ്വതും ത്യജിച്ചുകൊണ്ട് ഇറങ്ങുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ആരെനിക്കിനി അന്നം തരും, ആരെനിക്കിനി വെള്ളം തരും, ആര് ഞാൻ രോഗിയായാൽ എന്നെ ശുശ്രൂഷിക്കും, ഒരുപാട് ആശങ്കകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ എനിക്ക് വിശന്നാൽ അന്നം നൽകുന്നവൻ ആ റബ്ബാണ്, എനിക്ക് ദാഹിച്ചാൽ വെള്ളം നൽകുന്നവൻ ആ റബ്ബാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ ആ റബ്ബാണ്, ആ റബ്ബിന്റെ വഴിയിലേക്കാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം പോകുന്ന പോക്കിൽ അദ്ദേഹം യുവാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ആ യാത്ര നടത്തി അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിഞ്ഞ നാള് മുതൽ റബ്ബിനോട് അദ്ദേഹം ദുആ ചെയ്യുന്നു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് എനിക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ റബ്ബേ, സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ എന്ന് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതാ ഉടൻ തന്നെ റബ്ബ് ഒരു സന്താനത്തെ കൊടുക്കുകയല്ല, നേരെ മറിച്ച് റബ്ബ് പരീക്ഷിക്കുകയാണ്. നിരന്തരമായ പരീക്ഷണം, പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആ സന്താനത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തി. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി, കൊല്ലങ്ങൾ എത്രയോ കൊഴിഞ്ഞുപോയി. ഒരു പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ വേളയിൽ മാറി ചിന്തിക്കുമോ എന്ന പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. സന്താനത്തെ തടഞ്ഞു വെച്ചാൽ ഇവൻ വഴിമാറി സഞ്ചരിക്കുമോ, ഇവൻ മറ്റു ശക്തികളെ അന്വേഷിച്ചു പോകുമോ, ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിവെക്കുമോ, ഈ ആദർശം ഒഴിവാക്കി പോകുമോ എന്ന പരീക്ഷണമായിരുന്നുവത്. പക്ഷേ ആ പരീക്ഷണത്തിലും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിജയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബേ ഞാൻ നിന്നോട് മാത്രമേ ദുആ ചെയ്യൂ, ഞാൻ നിന്നോട് മാത്രമേ തേടൂ, കാരണം സന്താനത്തെ തരാൻ നിനക്കല്ലാതെ വേറെ ഒരു ശക്തിക്കും സാധ്യമല്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പ്രായാധിക്യം ചെന്ന വേളയിലും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അവസാനം പ്രായാധിക്യമെത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ പ്രദാനം ചെയ്യുകയാണ്, സന്താനത്തെ കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം, ഒരു മകനെ കിട്ടിയാലുള്ള ഉണ്ടാകുന്ന ആനന്ദം, ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പിതാവിനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ സന്തോഷത്തിലേക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, പടച്ചറപ്പിന്റെ കൽപ്പന വരികയാണ്, കൊണ്ടുപോകണം, ഈ സന്താനത്തെ കൊണ്ടുപോകണം. എവിടെയെന്നറിയോ? അങ്ങകലെ മക്കയുടെ ആ വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്റെ സന്താനത്തെ റബ്ബിന് വേണ്ടി ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ സ്വാഭാവികമായും ഏതൊരു പിതാവിന്റെയും മനസ്സ് പതറാൻ സാധ്യതയുണ്ട്, ഏതൊരു വ്യക്തിയുടെയും കൽബ് ഇടറാൻ സാധ്യതയുണ്ട്. റബ്ബേ, ഇത്രയും തൗഹീദ് പറഞ്ഞവനല്ല ഞാൻ, അതിനുവേണ്ടി തീക്കുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്നവനല്ല ഞാൻ. റബ്ബേ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്താണ് നീ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി റബ്ബിനോട് തിരിച്ചു ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ അതേ ഹാജറിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു, കുഞ്ഞിനെ എടുത്തെന്റെ കൂടെ വരൂ, കുടിക്കുവാൻ ആവശ്യമായ വെള്ളം കരുതിക്കൊള്ളൂ. കയ്യിലുണ്ടായിരുന്ന തോൽപാത്രം അതിൽ വെള്ളം നിറച്ചുകൊണ്ട് മഹദി ഹാജർ തന്റെ ഭർത്താവിന്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുകയാണ്. ആ ഭർത്താവ് മുന്നിൽ നടക്കുന്നു, ഹാജർ അലൈഹിസ്സലാം പിന്നിൽ നടക്കുന്നു. നടന്ന് 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 കാതങ്ങൾ താണ്ടി അവർ നേരെ മക്കയുടെ മണ്ണിലേക്ക് നടന്നു വരുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ, ഒരു പുല്ല് മുളച്ചിരുന്നില്ല അവിടെ, ഒരിറ്റ് വെള്ളമുണ്ടായിരുന്നില്ല അവിടെ. മഹാനായ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ മണ്ണിൽ കൊണ്ടുപോയി, ആ മരുഭൂമിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി, മലകളാൽ ചുറ്റപ്പെട്ട ആ മക്കയുടെ മണ്ണിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തിരിഞ്ഞു നടക്കുകയാണ്, മടങ്ങിപ്പോരുകയാണ്. ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതമായി. ആ കുട്ടി അവിടെ കിടത്തിയിട്ട് നേരെ അവർ നടന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാലെ കുറെ നടന്നിട്ടും തന്റെ ഭർത്താവ് തിരിഞ്ഞു നോക്കാതെ മടങ്ങിപ്പോവുകയാണെന്ന് കണ്ടപ്പോ ആ മഹദി ചോദിച്ചു, ഇലാ മൻ തത്റുകുനാ, ഇലാ മൻ തത്റുകുനാ, എവിടെ ഞങ്ങളെ ഉപേക്ഷിച്ചാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത്? ആരെ ഏൽപ്പിച്ചാ നിങ്ങൾ പോകുന്നത്? ഞങ്ങളെ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. രണ്ടാമതും മഹദി ചോദിച്ചു, ഇലാ മൻ തത്റുകുനാ, മറുപടിയില്ല. മൂന്നാമതും ചോദിച്ചു, ഇലാ മൻ തത്റുകുനാ, എവിടെ ഉപേക്ഷിച്ചാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു ഭാര്യയുടെ നേരെ. എന്നിട്ട് ഒരേ ഒരു വാക്കാണ് പറഞ്ഞത്, ഇലല്ലാഹ്, ഇലല്ലാഹ്, ഇലല്ലാഹ്. തൗഹീദ് തന്റെ ഭർത്താവിൽ നിന്ന് പഠിച്ച ആ ഭാര്യയോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആ മറുപടി അങ്ങ് പറഞ്ഞപ്പോ, നിന്നെ അള്ളാഹനെ ഏൽപ്പിച്ചാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോ ആ മഹദി ഉടൻ തന്നെ പറയുന്നു, എന്താ മറുപടി എന്നറിയുമോ? റളീതു ബില്ലാഹ്, റളീതു ബില്ലാഹ്, റളീതു ബില്ലാഹ്. അള്ളാഹുവിനെ ഏൽപ്പിച്ചാണ് പോകുന്നതെങ്കിൽ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാനിതാ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളോട് എനിക്ക് പറയാനൊന്നുമില്ല, നിങ്ങളോട് ചോദിക്കാനൊന്നുമില്ല. പിന്നെ ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഫറജഅത്, ആ മറുപടി ഭർത്താവിനോട് പറഞ്ഞിട്ട് മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മക്ക വിട്ടു പോവുകയാണ്. റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, ഒരു പുല്ല് മുളക്കാത്ത, ഒരു ചെടി മുളക്കാത്ത വിജനമായ ഈ മണ്ണിൽ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുകയാണ് അല്ലാ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയത് ചരിത്രമാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ചത് വെറുതെ അല്ല, ഇത് ഖുർആൻ ഒരു തമാശ പറയല്ല, ഖുർആൻ വെറുതെ എന്തെങ്കിലും ഒരു നേരം പോക്കിന് കഥ പറയുകയല്ല. നേരെ മറിച്ച് ഇത് മുഅ്മിനിന്റെ മനസ്സിലുണ്ടാകണം, ഇതൊരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകണം. ആ ഒരവസ്ഥയെ ഏതെങ്കിലും ഒരു ഉമ്മ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ, ആ ഒരവസ്ഥ ഏതെങ്കിലും ഒരു കുഞ്ഞ് നേരിടേണ്ടി വന്നാൽ സ്വാഭാവികമായും അവിടെ സംഭവിക്കേണ്ടത്, വിജനമായ മരുഭൂമിയിൽ നമുക്കറിയാം ഗൾഫ് നാടുകളിലെ ചൂട്. കുവൈത്തിലൊക്കെ ഇപ്പോ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പ്ലാസ്റ്റിക്കുകൾ ഉരുകി വീഴുകയാണ്, കഠിനമായ ചൂട്, 54 ഡിഗ്രി ചൂട്. ആ രൂപത്തിൽ ശക്തമായ ചൂട് ഏറ്റുവാങ്ങുന്ന മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു പിഞ്ചോമനയും ഒരു പെണ്ണും. സൂര്യോദിച്ചു, പ്രഭാതമായി, അത് ഇളയുച്ചയായി മാറി, അത് നട്ടുച്ചയായി വന്നു. ആ നട്ടുച്ച തീ തുപ്പിക്കൊണ്ടിരുന്നു. പിന്നത് വൈകുന്നേരമായി, അത് സന്ധ്യയായി, പാതിരാത്രി. ആ പാതിരാത്രി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു മനുഷ്യൻ കൂടെയില്ലാതെ ഒരുമ്മയും ഒരു മകനും മാത്രം മക്ക എന്ന മണ്ണിന്റെ ആ മധ്യത്തിൽ മലകളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്ത് തനിച്ചാവുകയാണ്. സ്വാഭാവികമായി സംഭവിക്കേണ്ടത് എന്താണ്? കരുതി വന്ന വെള്ളം, ആ വെള്ളം കുടിച്ചവർ ജീവിക്കുന്നു പേടിച്ചും വറച്ചും. എന്നിട്ടോ അവസാനം വെള്ളം തീർന്നു പോകണം. വെള്ളം തീർന്നു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും ആ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ മുല വറ്റണം. പിന്നെ കുട്ടി പാലിന് ആവശ്യപ്പെടുമ്പോ തൊണ്ട വരണ്ടു പോകുന്ന വേളയിൽ കുട്ടിയെ മാറുടനക്കുമ്പോ പാല് ചുരത്താത്ത അവസ്ഥ ആ സ്ത്രീയിൽ സംഗതമാകണം. സ്വാഭാവികമായും തൊണ്ട നനക്കാൻ വെള്ളമില്ലാതെ ആ കുട്ടി വാവിട്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവസാനം തൊണ്ട പൊട്ടി അവിടെ മരിച്ചു വീഴണം. അങ്ങനെ മയ്യത്തായ ആ പിഞ്ചോമനയെ കയ്യിലേറ്റ് വെച്ചുകൊണ്ട് ആ പിഞ്ചോമനയെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് ആ ഉമ്മ നിലവിളിച്ച് 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 അവസാനം ജീർണിക്കാത്ത മരുഭൂമിയുടെ മണ്ണിൽ നുരുമ്പി നുരുമ്പി ഇല്ലാതാകണം. അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ചരിത്രം അങ്ങനല്ല പറഞ്ഞത്, ഹദീസ് അങ്ങനല്ല പറഞ്ഞത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനല്ല പഠിപ്പിച്ചത്. നേരെ മറിച്ച് സ്വാഭാവികമായും വെള്ളം കുടിച്ച് കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരുന്ന ഹാജർ അലൈഹിസ്സലാം
കുടിച്ച് വെള്ളം കുടിച്ച് തന്റെ വയർ നിറച്ച് തന്റെ കുഞ്ഞിനെ മുലയൂട്ടി അവസാനം ആ തോൽപാത്രത്തിലെ വെള്ളം തീർന്നുപോയി. തോൽപാത്രത്തിലെ വെള്ളം തീർന്നുപോയി. വെള്ളമില്ല, സ്വാഭാവികമായും പാല് പറ്റി. മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെ നോക്കുമ്പോ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു, പാലിന് ദാഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കുഞ്ഞിനൊരിറ്റ് വെള്ളം പോലും തൊണ്ടയിൽ ഇറ്റിച്ചു കൊടുക്കാൻ കഴിയാതെ ആ ഉമ്മ വിഷമിക്കുന്നു എന്ന് മാത്രമല്ല, കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടവരെ ഓടുകയാണ് ഇല സഫ, അവിടെ ഉണ്ടായിരുന്ന സഫക്കുന്നിലേക്ക്. എന്നിട്ട് അവർ അവിടെ ചുറ്റും നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ? ഒരാളെയും കാണുന്നില്ല. തിരിച്ചോടുകയാണ്. എങ്ങോട്ട്? ഇലൽ മർവ, മർവയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മഹദി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മഹദിയുടെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു. ആരോടാണെന്നറിയുമോ? തദ്ഉ റബ്ബഹാ വതസ്തഗീസ്, രാജാതിരാജനായ റബ്ബിനോട്. ആരാരും സഹായിക്കാനില്ലാത്ത വിജനമായ മണ്ണിൽ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് തദ്ഉ റബ്ബഹാ വതസ്തഗീസ്, അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ആ മഹദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അതിനിടയിൽ അവർ പറയുന്നത് കാണാം, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ അറിയുവാൻ വേണ്ടി ഞാൻ എന്റെ മകന്റെ അടുക്കലേക്ക് ഓടി വന്നു. ആ വാവിട്ട് നിലവിളിക്കുന്ന തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കന്നഹു യൻശഉലിൽ മൗത്ത്, എന്റെ പൊന്നുമോൻ, ഞാൻ ഗർഭം ചുമന്ന് പ്രസവിച്ച എന്റെ മകൻ മരണത്തിലേക്ക് നീന്തിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുകയും ആ വേളയിൽ വീണ്ടും ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് മറവിയിലേക്ക് ഓടിയപ്പോ ഫൈദാ ഹുവ ബിസൗത്ത്, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അഖിഫ് ഇൻകാന ഇൻദക ഖവാസ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാമോ? ഫൈദാ ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല ആ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് അവിടെ കുത്തുകയാണ്. ആ സഫയുടെയും മർവയുടെയും ഇടയിലൊരു ഭാഗത്ത് തന്റെ ചിറക് കൊണ്ട് കുത്തുകയാണ്. കാരണം റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത മഹാനായ ഹാജർ അലൈഹിസ്സലാം, മഹദിയായ ഹാജർ അലൈഹിസ്സലാം, റബ്ബിനോട് ദുആ ചെയ്ത മഹദിയായ ഹാജർ അലൈഹിസ്സലാം, അവരുടെ ദുആഇന്, അവരുടെ ഇസ്തിഗാസക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയിരിക്കുന്നു. അതേ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഹാജരായിരിക്കുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് ഇതാ ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തുകയാണ്. അവിടെ നിന്ന് നീരുറവ പുറത്തേക്ക് ഒഴുകുകയാണ്. മഹദി അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. പുറത്തേക്ക് ഒഴുകുന്ന നീരുറവ തന്റെ കൈ കൊണ്ട് അവർ അടക്കി പിടിക്കുകയാണ്, തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ന് ഹാജർ അലൈഹിസ്സലാം ആ വെള്ളം അവിടെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു നഹറായി, അതൊരു പുഴയായി മക്കയിലൂടെ ഒഴുകുമായിരുന്നുവെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ആ നീരുറവ പുറത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്. മഹാനാമഹദിയായ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആക്ക് ഇജാബത്ത് കൊടുക്കുകയാണ്. ഈ വിഷയം പോലും നന്നായി പഠിക്കാത്ത ആളുകളുണ്ട്. ഇതൊക്കെ ശിർക്കിന് തെളിവായി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്തത് ശിർക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സംഗതി ഒരു പഠിച്ചിട്ടില്ല, കുറ്റം പറയണ്ട, മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തും ബറക്കത്തും നൽകുമാറാകട്ടെ. റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തദ്ഉ റബ്ബഹാ വതസ്തഗീസ്, അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഇജാബത്തായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോട് പ്രത്യക്ഷപ്പെടുമ്പോ സ്വാഭാവികമായും മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ സംസാരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹാജർ അലൈഹിസ്സലാമും സംസാരിക്കുന്നുണ്ട്. നേർക്ക് നേരെ മനുഷ്യരോട് സംവദിക്കുന്നത് പോലെ സംവദിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എവിടെ ഉപേക്ഷിച്ചുകൊണ്ടാ പോയത്? ആരെ ഉപേക്ഷിച്ചുകൊണ്ടാ നിങ്ങളുടെ ഭർത്താവ് പോയത്? ഉടൻ തന്നെ ഇതാ ഹാജർ പറയുന്നു, ഇലല്ലാ, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാ പോയത്. ഉടൻ തന്നെ ജിബ്രീൽ പറയുന്നത്, വക്കലകുമാ ഇല അകാഫ്, അതേ ഏറ്റവും അനുയോജ്യനായ ആ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ, നിങ്ങളെ സഹായിക്കാൻ മതിയായ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ, ഏൽപ്പിക്കാൻ മതിയായവനെ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഭർത്താവ് മടങ്ങിപ്പോയത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ആ സംസാരമൊക്കെ അവിടെ വിശദമായി നടന്നത് പണ്ഡിത ലോകം രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ വിഷയം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയല്ല. നേരെ മറിച്ച് ആ മരുഭൂമിയുടെ മധ്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സഹായം ഇറക്കി കൊടുക്കുന്നു. അതാണിന്നും ഉറവ് പറ്റാത്ത സംസം എന്ന അത്ഭുതം. ആ സംസമിനെ അല്ലാഹു പുറത്തേക്ക് ഒഴുക്കി കൊടുക്കുമ്പോ മഹദി അത് കുടിക്കുന്നു. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മുലയൂട്ടുന്നു. മനസ്സിലാക്കണം, അവിടെ കൊണ്ട് അവസാനിച്ചോ? അവിടെ കൊണ്ട് തീർന്നോ? എന്താ മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇബ്രാഹിം നബിയുടെ വഴി മാർഗം എന്ന് പറഞ്ഞാൽ? അതവിടം കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, മില്ലത്തു ഇബ്രാഹിം ഇതുപോലെ ഒരു വലിയ സബ്ജക്റ്റ് ആവുമായിരുന്നില്ല. നേരെ മറിച്ച് അതവിടെയും കൊണ്ട് അവസാനിച്ചില്ല. നേരെ മറിച്ച് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആ ഉമ്മയും മകനും ആ മരുഭൂമിയുടെ മധ്യത്തിൽ സംസം കുടിച്ച് ജീവിക്കുമ്പോ ഫമർറനാസും മിൻ ജുർഹും ബിബത്നിൽ വാദി, ആ താഴ്വരയിലൂടെ ജുർഹും ഗോത്രത്തിൽപ്പെട്ട കുറെ ആളുകൾ ഇങ്ങനെ പോവുകയാണ്. ഫൈദാഹും ബിത്വയ്ർ, ആ മരുഭൂമിയിലൂടെ ജുർഹും ഗോത്രക്കാരിങ്ങനെ പോകുമ്പോ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കാണുകയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് വെള്ളമാണ്. കാരണം വെള്ളം വളരെ വില പിടിപ്പുള്ളതാണ് മരുഭൂമി നിവാസികളെ സംബന്ധിച്ചിടത്തോളം. ചെറിയ കാര്യമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, വെള്ളമില്ലാതെ വരുമ്പോൾ ചില വേളകളിൽ ഞങ്ങൾ ഒട്ടകത്തെ അറുക്കുമായിരുന്നു. വെള്ളമില്ലാതെ വരുന്ന വേളകളിൽ, വെള്ളം തീരെ കിട്ടാനില്ലാതെയാകുന്ന അവസരങ്ങളിൽ ഞങ്ങൾ ഒട്ടകത്തെ അറുക്കുമായിരുന്നു. വെള്ളം കിട്ടാനില്ലെങ്കിൽ ഒട്ടകത്തെ അറുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒട്ടകത്തെ അറുത്താ വെള്ളം കിട്ടുമോ? കിട്ടും. കാരണം ഒട്ടകത്തിന്റെ പൂഞ്ഞയിൽ വെള്ളമുണ്ടാകും. ആ ഒട്ടകത്തെ അറുത്തിട്ട് ആ പൂഞ്ഞ വെട്ടിയെടുത്തിട്ട് അത് പിഴിഞ്ഞ് വെള്ളമെടുക്കുമായിരുന്നുവെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. അത്രത്തോളം വെള്ളം അവർക്ക് വില പിടിച്ചതാണ്. വെള്ളം ഒരു പ്രദേശത്തുണ്ടോ എന്നവർ അറിയാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷികളെയാണ്. പക്ഷികൾ അങ്ങനെ ഒരുപാട് വിവരം തരും. മന്ദിക്കുത്തൈർ, പക്ഷികൾ നൽകുന്ന കുറെ ഇൻഫർമേഷൻ ഉണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അത് തനിക്ക് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ പക്ഷി നൽകുന്ന വിവരങ്ങൾ ഒന്നായി വെള്ളമുണ്ടോ എന്ന അറിവ്, ആ അറിവ് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ട് മനസ്സിലാക്കിയ ആ സംഘത്തിന്റെ നേതാവ്, തലവൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി നോക്കൂ, അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പക്ഷികൾ പറക്കുന്നുണ്ട്. മായകൂനു തൈറു ഇല്ല അലാമാ, വെള്ളമുള്ളിടത്ത് മാത്രമേ പക്ഷികൾ ഉണ്ടാകൂ, പോയി നോക്കൂ. അങ്ങനെ ഒരാള് പോയി. ഫൈദാഹും ബിൽമാ, അവിടെ പോയി നോക്കുമ്പോൾ വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, വെള്ളത്തിന്റെ ആ ഉറവയുടെ സമീപത്തെ ഒരു ഉമ്മ മാത്രമല്ല ഒരു കുഞ്ഞുമോനും. ആ ദൂതൻ മടങ്ങി വന്ന് യാത്രാ സംഘത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അതെ, ഞാൻ അവിടെ പോയപ്പോൾ അവിടെ വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, ഒരു ഉമ്മയും ഒരു മകനും അവിടെയുണ്ട്. ആ സംഘം നേരെ വന്നു, ആ ഉറവയുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് വെള്ളം എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. ഹാജർ അലൈഹിസ്സലാം അനുവാദം കൊടുത്തു, ആവശ്യത്തിന് വെള്ളം എടുത്തോളൂ. അങ്ങനെ ജുർഹും ഗോത്രത്തിലെ ആളുകൾ അവരുടെ ഭരണികളിലും അതുപോലെ തന്നെ തോൽപാത്രങ്ങളിലുമൊക്കെ വെള്ളം നിറച്ചു. അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരാനൊരുങ്ങുമ്പോ ആ സംഘത്തിന്റെ സംഘത്തിന്റെ തലവൻ നേരെ ചെന്നുകൊണ്ട് മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അനുവാദം തരുമോ? നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇവിടെ ജീവിച്ചോട്ടെ. കാരണം ഞങ്ങൾ അങ്ങ് ജുർഹൂം എന്ന പ്രദേശത്ത്, ജുർഹൂം ഗോത്രക്കാരാണ്, വളരെ ദൂരെ താമസിക്കുന്നവരാണ്. അവിടെ കുടിക്കാൻ ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെ സുലഭമായി വെള്ളം കിട്ടുമല്ലോ. നിങ്ങളാകട്ടെ ഇവിടെ തനിച്ചുമാണല്ലോ, നിങ്ങൾക്കൊരു കൂട്ടാകുമല്ലോ, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അനുവാദം കൊടുക്കുന്നു. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അനുവാദം കൊടുക്കുന്നു. എന്തിന്? താമസിക്കുവാൻ, അവിടെ വസിക്കുവാൻ. ജുർഹൂം ഗോത്രക്കാർക്ക് സന്തോഷമായി, മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമക്കും സന്തോഷമായി. കാരണം ആളുകൾ ഉണ്ടാകുമല്ലോ, സംസാരിക്കാമല്ലോ, മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടത്താമല്ലോ. അങ്ങനെ ആ സംഘം അവിടെ താമസിക്കാൻ തുടങ്ങി. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു, വലുതായി. ആ ഗോത്രം മക്കയിൽ താമസവും ആരംഭിച്ചു. സ്വാഭാവികമായും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമിന് ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു.
കല്യാണം കഴിക്കേണ്ടി വന്നു. ആരെയാ കല്യാണം കഴിച്ചത്? ആ ജുർഹൂം ഗോത്രത്തിൽ അന്നവിടെ വന്ന് താമസിച്ച ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നു. മനസ്സിലാക്കണം, എവിടുന്നാണ് ഈ വരുന്നത്? ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത, ഒരു പുല്ല് പോലും മുളക്കാത്ത, ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്ത വിജനമായ മരുഭൂമിയുടെ മധ്യത്തിൽ ഇതാ ഒരു വിവാഹം നടക്കുകയാണ്. ഇസ്മായിൽ നബിയുടെ വിവാഹമാണ്. ജുർഹൂം ഗോത്രത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ്. സ്വാഭാവികമായും ആ ദാമ്പത്യത്തിൽ ഇസ്മായിൽ നബിക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, മക്കളുടെ മക്കളുണ്ടായി, മക്കളുടെ മക്കളുടെ മക്കളിൽ അദ്നാൻ കടന്നു വന്നു. അദ്നാന്റെ മകനായി മഅദ് കടന്നു വന്നു. മഅദിന്റെ മകനായി നിസാർ കടന്നു വന്നു. നിസാറിന്റെ മകനായി മുദർ കടന്നു വന്നു. മുദറിന്റെ മകനായി ഇല്യാസ് കടന്നു വന്നു. ഇല്യാസിന്റെ മകനായി മുദ്രിക്ക കടന്നു വന്നു. മുദ്രിക്കയുടെ മകനായി ഹുസൈമ കടന്നു വന്നു. ഹുസൈമയുടെ മകനായി കിനാന കടന്നു വന്നു. കിനാനയുടെ മകനായി നളർ കടന്നു വന്നു. നളറിന്റെ മകനായി മാലിക് കടന്നു വന്നു. മാലിക്കിന്റെ മകനായി ഫിഹർ കടന്നു വന്നു. ഫിഹറിന്റെ മകനായി ഗാലിബ് കടന്നു വന്നു. ആ ഗാലിബിന്റെ മകനായി ലുഐ കടന്നു വന്നു. ലുഐന്റെ മകനായി കഅബ് കടന്നു വന്നു. കഅബിന്റെ മകനായി മുറ കടന്നു വന്നു. മുറയുടെ മകനായി കിലാബ് കടന്നു വന്നു. കിലാബിന്റെ മകനായി ഖുസൈ കടന്നു വന്നു. ഖുസൈന്റെ മകനായി അബ്ദുമനാഫ് കടന്നു വന്നു. അബ്ദുമനാഫിന്റെ മകനായി ഹാഷിം കടന്നു വന്നു. ആ ഹാഷിമിന്റെ മകനായി അബ്ദുൽ മുത്തലിബ് കടന്നു വന്നു. ആ അബ്ദുൽ മുത്തലിബിന്റെ മകനായി അബ്ദുള്ള കടന്നു വന്നു. ആ അബ്ദുള്ളയുടെ മകനായി ലോകത്തിന്റെ രാജാവ്, മദീനയിലെ ആ പ്രഭുവായിരുന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ചെറിയൊരു ബന്ധാത്, ചെറിയൊരു ബന്ധാത് അല്ല, ചെറിയൊരു ബന്ധമല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഹബീബിനെ കൊണ്ടുവന്നത് ആ പാരമ്പര്യത്തിലാണ്, ആ വംശാവലിയിലാണ്, ആ പരമ്പരയിലാണ്. അഥവാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണം, അള്ളാഹുവിന് കൊടുത്ത കുഞ്ഞ്, റബ്ബിന് സമർപ്പിച്ച ഭാര്യ, ആ റബ്ബിന് സമർപ്പിച്ച കുഞ്ഞിൽ നിന്ന്, റബ്ബിന് സമർപ്പിച്ച ഭാര്യയിൽ നിന്ന് ലോകത്തിന്റെ നേതാവിനെ, ലിവാഉൽ ഹംദിന്റെ നായകനെ, അശ്ശഫാഅത്തുൽ ഉളമയുടെ ആ ദൗത്യവാഹകനെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ നബിയോടാണ് അല്ലാഹ് പറയുന്നത്, അതുവഴി ലോകത്തോടാ റബ്ബ് പറയുന്നത്, വജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം. താങ്കൾക്ക് ഇവിടെ നിർവഹിക്കാൻ ഒരു ദൗത്യമുണ്ടെങ്കിൽ, താങ്കൾക്ക് ലോകത്തോട് ഉദ്ഘോഷിക്കാൻ ഒരു ആദർശമുണ്ട് എങ്കിൽ അത് ഒരു പുതിയ ആദർശമല്ല, പുതിയ പ്രഖ്യാപനമല്ല. നേരെ മറിച്ച് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം ഉണ്ടല്ലോ, ഇസ്മായിലിന്റെ വാപ്പയായ ഇബ്രാഹിം ഉണ്ടല്ലോ, ആ ഇബ്രാഹിമിന്റെ മില്ലത്താണ് ലോകത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്. ആ പറയാനുള്ള സന്ദേശം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ ആദർശമാണ്, തൗഹീദിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അതുകൊണ്ട് ആ ലോകത്തോട് പ്രഖ്യാപിക്കാൻ അല്ലാഹ് പറയുന്നത് മുഹമ്മദ് നബിയിലൂടെ. എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിസ്കാരത്തിൽ അത് പറയിപ്പിക്കണം. ഇതൊക്കെ പുതിയ വാക്കാന്ന് ആരും മനസ്സിലാക്കണ്ട. ഒരു മനുഷ്യൻ വൃത്തിയോടെ വുദൂ ചെയ്ത് ശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ ആ കഅബ വിളിച്ചു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയെ കുറിച്ച്, ആ കഅബാലയം വിളിച്ചു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ആ സമർപ്പണത്തെ സംബന്ധിച്ച്. അഞ്ചുനേരവും ആ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് വിശ്വാസിയോട്. ആദ്യം തന്നെ ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ വാചകം ആരുടെ വാചകമാ? സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനത, കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കിയിട്ട് അതാവാം ദൈവമെന്ന് തെറ്റിദ്ധരിച്ച് ആ സൂര്യനാകുന്ന സൂര്യഭഗവാനോട് തേടിക്കൊണ്ടിരുന്ന ഒരു ജനത, പാതിരാത്രികളിൽ ആകാശത്ത് വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങൾ തെളിഞ്ഞു കണ്ടപ്പോ
ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായിരിക്കാം. നമ്മുടെ ദൈവമെന്ന് തെറ്റിദ്ധരിച്ച് അവയോട് ദുആ ചെയ്ത, അവയോട് ഇസ്തിഗാഥ ചെയ്ത, അവയെ പൂജിച്ച ഒരു ജനതയോട് പാതിരാത്രികളിൽ നിലാവലകൾ പൊഴിച്ചുകൊണ്ട് കടന്നു വരുന്ന ചന്ദ്രനെ കണ്ടപ്പോ അതായിരിക്കും, ചന്ദ്രനായിരിക്കും നമ്മുടെ ഭഗവാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്രനോട് തേടിയിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി കടന്നു ചെന്നിട്ട് നാസ വികസിക്കുന്നതിന് മുമ്പ്, സയൻസ് വികസിക്കുന്നതിന് മുമ്പ്, മംഗൾയാൻ നടത്തുന്നതിന് മുമ്പ്, ചന്ദ്രയാൻ നടത്തുന്നതിന് മുമ്പ്, മനുഷ്യൻ ചന്ദ്രന്റെ മുകളിലേക്ക് എത്തി നോക്കുന്നതിന് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അത് അള്ളാന്റെ പടപ്പാണടാ, പടച്ചവന്റെ പടപ്പാണടാ, റബ്ബിന്റെ സൃഷ്ടിയാണടാ. ആ സൂര്യനല്ല നമ്മുടെ ഇലാഹ്, ചന്ദ്രനല്ല നമ്മുടെ ഇലാഹ്. നേരെ മറിച്ച് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശങ്ങളെ, ആ സൂര്യനെ, ചന്ദ്രനക്ഷത്രാദികളെ, ഈ വിശാലമായ ഭൂമിയെ സൃഷ്ടിച്ചവനാരോ അവനിലേക്കാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത്. ആകാശഭൂമികളെ പടച്ചവൻ, സൂര്യനെ പടച്ചവൻ, ചന്ദ്രനെ പടച്ചവൻ, അവനാണ് നമ്മുടെ ഇലാഹ് എന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഇത് കേവലം ഗോളങ്ങളാണ്, നക്ഷത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുന്നതിന് മുമ്പ് ലോകത്തോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം ഉപയോഗിച്ച വാചകമാണ് ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ പറയുന്ന വാചകം, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ മുവഹിദാണ്, മുശ്രിക്കല്ല. ഞാൻ തൗഹീദുള്ളവനാണ്, ശിർക്ക് ചെയ്യുന്നവനല്ല. എന്റെ നിസ്കാരമാകട്ടെ, ബലികർമ്മമാകട്ടെ, ജീവിതമാകട്ടെ, മരണമാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് വേണ്ടി മാത്രമാണ്, അല്ലാഹ്ക്കുള്ളതാണ്. അത് കഴിഞ്ഞാണ് ഒരു മുഅ്മിൻ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്, അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹുവിനെ ഹംദ് സമർപ്പിക്കാൻ ഇതിനപ്പുറം ഒരു വാചകമില്ല, ഇതിനേക്കാളും ഉന്നതമായ ഒരു വാചകമില്ല. അള്ളാഹുവിന്റെ അസ്മാഉകളെ, അവന്റെ നാമങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട്, അവന്റെ വിശേഷണം എടുത്തു പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ ഹംദർപ്പിച്ചിട്ട് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് ചെറിയ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തി നെഞ്ചത്ത് കൈവച്ച് റബ്ബിനോട് ഒരു മുഅ്മിൻ നടത്തുന്ന പ്രതിജ്ഞ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. വെറും വർത്താനം, അത് വെറുതെ പറയുന്ന ഒരു വാചകമാണോ? അത് ഒരിക്കലുമല്ല. സഹോദരങ്ങളെ, നിങ്ങൾ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സമീപിച്ച് നോക്കണം അവരെ. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തിന് ഫഖറുദ്ദീനുർ റാസി എന്ന ഒരു പണ്ഡിതൻ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാരടക്കമുള്ള ആളുകൾ ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഫഖറുദ്ദീനുർ റാസി, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് നൽകിയ ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മുഅ്മിൻ, ആ മുഅ്മിൻ അത് പറയുമ്പോൾ അവൻ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് ഫഖറുദ്ദീൻ റാസി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുന്നത്, വഅന അഖ്തദീ ഫീ ഹാദൽ മദ്ഹബ്, ഈ വിഷയത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മദ്ഹബുണ്ട്. അഖ്തദീ ബിഹാദാ, ഈ വിഷയത്തിൽ ഞാൻ അവലംബിക്കുന്ന ഒരു മാർഗമുണ്ട്, ഈ വിഷയത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയുണ്ട്. അത് ബിൽ ഖലീൽ അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴിയാണ്. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഞാൻ പറയുമ്പോ ഞാൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം അത് വേറൊരു മാർഗമല്ല, വേറൊരു മദ്ഹബല്ല. നേരെ മറിച്ച് മദ്ഹബ് ഇബ്രാഹിം നബിയുടെ മദ്ഹബാണ്, ഇത് ഇബ്രാഹിം നബിയുടെ മാർഗമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നതിന് ചുവട്ടിൽ എന്താണ് ഇബ്രാഹിം നബിയുടെ മദ്ഹബ്? തൗഹീദ് പറഞ്ഞപ്പോ ആളുകൾ കൈകാലുകൾ ബന്ധിച്ച് ആകാശം മുട്ട ഉയർന്നു കത്തുന്ന തീ കുണ്ടാരത്തിന്റെ മുന്നിൽ ഇബ്രാഹിം നബിയെ കൊണ്ടുപോയി നിർത്തിയ വേളയിൽ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുവത്രേ. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബിയോട് ചോദിച്ചുവത്രേ. എന്താ ചോദിക്കുന്നറിയുമോ? ഹല്ലക ഹാജയ ഇബ്രാഹിം, ഹല്ലക ഹാജയ ഇബ്രാഹിം. ഈ കാണുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഒരു സപ്പോർട്ടർ പോലും ഇല്ലാതെ, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ അതേ താങ്കൾ കൊണ്ടുവന്ന് നിർത്തപ്പെട്ടിരിക്കുന്നുവല്ലോ. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ ആ തീക്കുണ്ടാരത്തിലേക്ക് താങ്കൾ എറിയപ്പെടുമല്ലോ. അതുകൊണ്ട് വല്ല ഹെൽപ്പും വേണോ, വല്ല സഹായവും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട്
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബിയോട് സഹായം വേണോ എന്ന് ചോദിക്കുമ്പോ ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കി ഇബ്രാഹിം നബി പറഞ്ഞു അത്രേ ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ് നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെതെന്നല്ല ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്, ഇബ്രാഹിം ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, ഈ ഇബ്രാഹിമിന്റെ ജീവൻ സമർപ്പിക്കുമെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ആ ജീവൻ സമർപ്പിക്കാൻ ഇബ്രാഹിം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ ഒരുത്തന്റെ സഹായവും എനിക്ക് ആവശ്യമില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നോ ആ മാനസികാവസ്ഥയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മുഅ്മിനിന് ഉണ്ടാകേണ്ടത് എന്ന് ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, അത്രയും വ്യക്തമായ തൗഹീദാണ്, തെളിഞ്ഞ തൗഹീദാണ്, വ്യക്തമായ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വഴിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗമാണ്. അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന, അല്ലാഹുവിന് മാത്രം നേർച്ച നേരുന്ന, അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കുന്ന, ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബിന് മാത്രം നൽകുന്ന തെളിഞ്ഞ തൗഹീദിന്റെ മാർഗമാണ് ഇബ്രാഹിം നബിയുടെ മാർഗമെങ്കിൽ ആ വഴി തെരഞ്ഞെടുത്തവൻ, ആ മാർഗം തെരഞ്ഞെടുത്തവൻ പിന്നെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ആ തൗഹീദിന്റെ വഴി തെരഞ്ഞെടുത്തവൻ പിന്നെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ നിഴലിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ എപ്പോഴാ പ്രാർത്ഥിക്കുക? എന്താ മനുഷ്യൻ പ്രാർത്ഥിക്കുക? അയാൾ പേടിക്കുന്ന കാര്യങ്ങളാണ് റബ്ബിനോട് ചോദിക്കുക. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് പടച്ചവനോട് ഞാൻ കൂടുതൽ ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന കാര്യമാണ് റബ്ബിനോട് കൂടുതൽ ചോദിക്കുക. കച്ചവടം തുടങ്ങിയവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചോനെ എന്റെ കച്ചവടം നഷ്ടത്തിലാക്കല്ലേ അല്ലാ. ഇപ്പൊ ലാഭത്തിൽ തന്നെയാണ്, നഷ്ടമല്ല. കാരണം അവൻ പേടിക്കുകയാണ് എന്തിനെ? നഷ്ടത്തെ. ആരോഗ്യമുള്ളവൻ റബ്ബിനോട് ദുആ ചെയ്യാൻ, പടച്ചോനെ എന്നെ രോഗിയാക്കല്ലേ അല്ലാ. ആയുസ്സിനെ ഭയപ്പെടുന്നവൻ ആയുസ് കുറഞ്ഞു പോവോ എന്ന് പേടിക്കുന്നവൻ പടച്ചോനോട് ദുആ ചെയ്യണം, പടച്ചോനെ ദീർഘായുസ് തരണേ അല്ലാ, പടച്ചോനെ കടം തരല്ലേ അല്ലാ. നമ്മുടെ ദുആ അതാണ്, പ്രാർത്ഥന അതാണ്. നമ്മൾ പേടിക്കുന്ന കാര്യം പടച്ചവനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ ഒരിടത്തല്ല, രണ്ടു സ്ഥലത്ത് അല്ലാഹു അത് ആവർത്തിച്ച് പറയാണ്. തൗഹീദിന്റെ ധ്വജവാഹകനായ, തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇബ്രാഹിം നബി റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബി ജൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഞാൻ ജീവിക്കുന്ന നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാ. റബ്ബി ജൽ ഹാദാ ബലദൻ ആമിനാ, അല്ലാഹുവേ എന്റെ നാട് കലാപങ്ങളില്ലാത്ത നാടാക്കണേ അല്ലാ, കാലുഷ്യങ്ങളില്ലാത്ത നാടാക്കണേ അല്ലാ, ചാവേറുകളില്ലാത്ത നാടാക്കണേ അല്ലാ, ബോംബേറുകളില്ലാത്ത നാടാക്കണേ അല്ലാ. ദാ ഇബ്രാഹിം നബി തൗഹീദിന് വേണ്ടി വർത്തിക്കുന്നവൻ, ആ തൗഹീദ് എന്ന ദൗത്യം നിർവഹിക്കുമ്പോ അവൻ ആഗ്രഹിക്കുന്നു തന്റെ നാടിന്റെ സമാധാനം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഖുറൈശികളെ വിളിച്ച് ചോദിച്ചത്, ഖുറൈശികളോട് പറഞ്ഞതിൽ ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. രണ്ടാം ക്ലാസ്സിൽ മദ്രസയിൽ പോയപ്പോ ഉസ്താദ് ഓതി പഠിപ്പിച്ചു തന്ന ചെറിയ സൂറത്തിൽ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം, മുന്നോട്ട് വെക്കുന്ന പോളിസി അത് പ്രഖ്യാപിക്കുകയാണ്. ഖുറൈശികളെ വിളിച്ച റബ്ബ് പറയാണ്, എന്താ പറഞ്ഞത്? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. വിശുദ്ധമായ കഅബാലയം മഹാനായ ഇബ്രാഹിം നബിയുടെ കരങ്ങൾ കൊണ്ട് അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തപ്പെട്ട ഈ വിശുദ്ധമായ കഅബാലയത്തിന്റെ റബ്ബാരോ, ആ റബ്ബിനെ മാത്രമേ ഖുറൈശികളെ നിങ്ങൾ ആരാധിക്കാവൂ. ആ റബ്ബിനെ മാത്രം ആരാധിക്കട്ടെ അവർ. ആരാണ് ആ റബ്ബ്? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. നിനക്ക് വിശന്നപ്പോ ഭക്ഷണം തന്നവനാണവൻ, നിന്റെ നാട്ടിൽ സമാധാനം തന്നവനാണവൻ. വആമനഹും മിൻ ഖൗഫ്, എല്ലാവിധ ഭയാശങ്കകളിൽ നിന്നും നിർഭയത്വം തന്നവനാണവൻ. അത് ചെറിയ കാര്യമല്ല. തൗഹീദുള്ള മനുഷ്യൻ ആ തൗഹീദ് അനുഭവിക്കുമ്പോ നാടിന്റെ സമാധാനം കൊതിക്കുകയാണ്. അതുകൊണ്ടാണ്
ആ മാർഗം പിന്തുടർന്ന് വന്ന മുഴുവൻ ആളുകളും നാടിന്റെ നന്മക്ക് വേണ്ടി നിലകൊണ്ടത്, നാടിന്റെ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടത്. കാര്യം എന്താണെന്നറിയോ? സമാധാനമാണ് എപ്പോഴും ദഅവത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക. ബോംബേറല്ല, ചാവേറല്ല, പൊട്ടിത്തെറിയല്ല, അടിപിടികളല്ല. തൗഹീദ് പറയാൻ സമാധാന അന്തരീക്ഷം വേണം. ആ അന്തരീക്ഷം ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും വേണം, പടച്ചവന് ശുക്ർ ചെയ്യുകയും വേണം. ശുദ്ധ ഖുർആൻ സൂറത്തു നഹൽ അത് പറഞ്ഞല്ലോ, ഒരു നാടിനെ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞല്ലോ, വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാ. അല്ലാഹ് പറയാണ്, ഒരു നാട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ഒരു നാടിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ. എന്താണ് ആ നാടിന്റെ പ്രത്യേകത? കാനത് ആമിനതൻ മുത്മഇന്ന. ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരായി ജീവിച്ചവരാണ്, പേടിക്കാതെ ജീവിച്ചവരാണ്. പാതിരാത്രി 12 മണിക്കും സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാനുള്ള മാനസികമായ കരുത്തുള്ളവരായിരുന്നു. അത്രമാത്രം നിർഭയമായിരുന്നു ആ നാട്ടിൽ. നാനാവഴിക്കും അവർക്കുള്ള ജീവിത വിഭവങ്ങൾ, അവർക്കുള്ള അന്നം, അവർക്ക് ആവശ്യമായ ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. സ്വസ്ഥമായി ജീവിക്കാം, നന്നായി ഭക്ഷണം കഴിക്കാം. ഇനി അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് തൗഹീദുള്ളവരായി ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഈ അനുഗ്രഹം, നാടിന്റെ സമാധാനമാകുന്ന അനുഗ്രഹം, അതുപോലെ ആവശ്യത്തിന് വിഭവങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആ ജനത ഫകഫറത് ബിഅൻഉമില്ലാ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു. റബ്ബിനോട് അവർ നന്ദികേട് കാണിച്ചപ്പോ റബ്ബ് അവരെ ശിക്ഷിച്ചു. എങ്ങനെയാ ശിക്ഷിച്ചതെന്നറിയോ? സുനാമി കൊടുത്തുകൊണ്ടല്ല, വെള്ളപ്പൊക്കം കൊടുത്തുകൊണ്ടല്ല, തീക്കാറ്റയച്ചുകൊണ്ടല്ല, കല്ലുമഴ വർഷിപ്പിച്ചുകൊണ്ടല്ല. ആ സമാധാനമുണ്ടായിരുന്ന നാട്ടിലുള്ള ജനതയെ അവർ നന്ദികേട് കാണിച്ചപ്പോൾ അല്ലാഹു ശിക്ഷിച്ചത് ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് ദാരിദ്ര്യം കൊടുത്തു, അവരുടെ ഭക്ഷണം അല്ലാഹു മുടക്കി. രണ്ടാമത് വൽ ഖൗഫ്, ഭയാശങ്കകൾ കൊടുത്തു. നിർഭയത്വത്തിന് പകരം, സമാധാനത്തിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭയാശങ്കകൾ ഇറക്കി കൊടുത്തു. ഭയാശങ്കകൾ ജീവിക്കുന്ന ഒരു ജനത, സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ജനത, ഒരു കുട്ടിച്ചൂലിനെ പോലും ഭയപ്പെടുന്ന ജനത, ഒരു കാലിക്കുടത്തെ ഭയപ്പെടുന്ന ഒരു ജനത, പാതിരാത്രി എവിടെയെങ്കിലും ഒരു മൂങ്ങയിരുന്ന് മൂളിയാൽ പേടിക്കുന്ന ജനത, അട്ടത്തിരിക്കുന്ന പല്ലി ഒന്ന് ചിലച്ചാൽ ഭയപ്പെടുന്ന ജനത. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെയൊക്കെ ഭയപ്പെടുകയാണ് ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അവൻ പേടിക്കേണ്ടവനല്ല, നിർഭയത്വമുള്ളവനാണ്, മാനസികമായ കരുത്തുള്ളവനാണ്, അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവനാണ്, സർവ്വകാര്യങ്ങളിലും അല്ലാഹുവിൽ തവക്കുലാക്കുന്നവനാണ്. അവിടെ നിന്ന് മാറിയിട്ട് ഏതെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികൾക്ക് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന, ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് ഖബറാളിയോട് പോലും പോയി തേടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി. ചിന്തിക്കണം, മരിച്ചുപോയ ആളുകളുടെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകൾ, ഓ ബീവി സഹായിക്കണം കേട്ടോ, ഓ ബാബാ സഹായിക്കണം കേട്ടോ. ആരോടാ പറയുന്നത്? മരിച്ച ആളുകളോട്, ഖബറിലുള്ളവരോട്, അവരോട് കരം നീട്ടി ദുആ ചെയ്യുന്ന ജനത, ആ രൂപത്തിൽ അവരോട് സഹായം തേടുന്ന ജനത. രോഗം വന്നാൽ മരിച്ചവരോട് ദുആ ചെയ്യണമെന്ന് പറയുന്ന, പഠിപ്പിക്കപ്പെടുന്ന ഒരു ജനത. അതുപോലെ തന്നെ ഐശ്വര്യമുണ്ടാകാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, പേപ്പട്ടി വിഷ നിവാരണം വരുത്താൻ, അതുപോലെ സന്താനത്തെ ലഭിക്കുവാൻ വേണ്ടി ഇന്ന ജാറം സന്ദർശിച്ചാൽ മതി എന്ന് പഠിപ്പിക്കപ്പെടുന്ന ജനത. അതിനുവേണ്ടി ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജാറത്തിൽ കൊണ്ടുപോയി തൊട്ടികെട്ടുന്ന ജനത. ഇനി അതല്ല എങ്കിൽ പാളയും കയറും നേർച്ചയാക്കുന്ന ജനത. പോയി 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 നേർച്ചയായി കാജാ ബീഡി പോലും നേർച്ചയാക്കുന്ന ജനത. അത് മനസ്സിലാക്കണം, എത്രത്തോളം മാറിപ്പോയി എന്നാ മനസ്സിലാക്കണ്ടേ. ചെറിയ കാര്യമില്ല, അത് ചെറിയ കാര്യമില്ല. നേർച്ച എന്നത് വലിയൊരു ഇബാദത്താണ്, വലിയ ഒരു ഇബാദത്താണ് നേർച്ച. നേർച്ച ചെറിയ കാര്യമല്ല, നേർച്ച വലിയൊരു ഇബാദത്താണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ, ആ 3-ാം അധ്യായത്തിന്റെ പേര് തന്നെ ആലു ഇംറാൻ എന്നാണ്. ആലു ഇംറാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം എന്നാണ്. ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്രാനല്ല അവിടുത്തെ വർത്തമാനം, ഇമ്രാനല്ല അവിടുത്തെ ചർച്ച, നേരെ മറിച്ച് ഇമ്രാന്റെ കുടുംബമാണ്.
ആ ഇമ്രാന്റെ കുടുംബത്തെ കുറിച്ചല്ല പറയുമ്പോ ഇമ്രാന്റെ ഭാര്യയെ കുറിച്ചാ പറയുന്നത്. ആ ഇമ്രാന്റെ ഭാര്യ ചെയ്തത് എന്താ? ഇന്നി നദർതു മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. നിങ്ങൾ മനസ്സിലാക്കണം, ആ മഹദി നേർച്ചയാക്കുകയാണ്. എന്താ നേർച്ചയാക്കുന്നറിയോ? കാജാ വീടിയല്ല, തീപ്പെട്ടിയല്ല, നേരെ മറിച്ച് എന്റെ വയറ്റിലുള്ളത് റബ്ബേ നിനക്ക് ഞാൻ നേർച്ച നേരുകയാണ്. ഒരു ഉമ്മ അത് പറയണമെങ്കിൽ അത് ചെറിയ കാര്യമാണോ? കാരണം തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും ആ ഉമ്മയും തമ്മിലുള്ള മാനസിക ബന്ധം ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞന് വിശദീകരിക്കാൻ കഴിയോ? സാധ്യമല്ലല്ലോ. അത്രക്ക് പ്രിയപ്പെട്ടതല്ലേ തന്റെ ഉദരത്തിലുള്ളത്. പക്ഷേ ആ ഉമ്മ തന്റെ വയറ്റിലേക്ക് നോക്കി പറയുകയാണ്, റബ്ബേ എന്റെ വയറ്റിലുള്ളത് ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, ഫതഖബ്ബൽ മിന്നീ, നീ അത് സ്വീകരിക്കണേ അല്ലാ. മനസ്സിലാക്കണം, പടച്ചവനോട് പറയാണ് നീ സ്വീകരിക്കണമല്ല. എങ്ങോട്ടാ നേർച്ചയാക്കിയത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഫലമ്മാ വദഅത്ഹാ, ആ മഹദി പ്രസവിച്ചപ്പോ പേടിച്ചു പോയി, അവര് ഭയപ്പെട്ടു പോയി. കാരണം അവർ വിചാരിച്ചത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ്. പക്ഷേ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ്. അവരത്ഭുതത്തോടെ പറഞ്ഞു, അല്ലാ ഇന്നി വലഅതുഹാ അൽനി വലഅതു ഉൻസാ, റബ്ബേ ഞാൻ പ്രസവിച്ചത് അതേ ഒരു പെൺകുഞ്ഞിനെയാണല്ലോ, പെണ്ണിനെയാണല്ലോ. അവർ വളരെ ഭയപ്പെട്ടുകൊണ്ട് പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയാണ്, അല്ലാഹുവിന് അറിയാമല്ലോ അവിടെ വയറ്റിൽ എന്താണ്, ആണാണോ പെണ്ണാണോ എന്നത് റബ്ബിന് നേരത്തെ അറിയാമല്ലോ. അതോർത്തവർ വിഷമിക്കേണ്ടതില്ലായിരുന്നല്ലോ. ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കി കഴിഞ്ഞപ്പോ ആ നേർച്ചയെ പറ്റി റബ്ബ് പറഞ്ഞത് ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക് ആ നേർച്ച സ്വീകരിച്ചു എന്നാണ്. ഫഅംബതഹാ നബാതൻ ഹസന, ഏറ്റവും നല്ല ചെടിയായി ആ ചെടിയെ നാം വളർത്തിക്കൊണ്ടു വന്നു എന്നാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതാണ് നേർച്ച. ആ നേർച്ച റബ്ബ് സ്വീകരിച്ച് നന്നായി വളർത്തിക്കൊണ്ടുവരും. എന്നാൽ ആ നേർച്ചയോ അത് പാളയും കയറുമായി. അത് നേർച്ച ഇസ്ലാമിൽ ഇല്ല കേട്ടോ. അത് കാജാബീഡിയും തീപ്പെട്ടിയുമായി അങ്ങനെ നേർച്ച ഇസ്ലാമിൽ ഇല്ല. നേർച്ച എന്ന് പറയുന്ന സംഗതി തന്നെ അത് നേർച്ചയാകണമെങ്കിൽ തന്നെ അതിന്റെ വിധി പറയുന്നിടത്ത് ജായിസായ ഒരു കാര്യം നേർച്ചയാക്കിയാൽ നേർച്ചയാകൂല, ഫർളായ ഒരു കാര്യം നേർച്ചയാക്കിയാലും നേർച്ചയാകൂല. അതാണ് അതിന്റെ വിധി. അങ്ങനെയാ പറയപ്പെട്ടത്. എന്താണ് ഫർളായ കാര്യം നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ ഇതാ നേർച്ചയാക്കി, നാളെ സുബഹി നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, റമദാനിൽ നോമ്പ് നോക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അത് നേർച്ചയില്ല. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനത് പറഞ്ഞാലും ഇല്ലെങ്കിലും നാളെ സുബഹി നിസ്കരിക്കൽ അവന് നിർബന്ധമാണ്, റമദാനായാൽ നോമ്പ് നോക്കൽ അവന് നിർബന്ധമാണ്. അതുകൊണ്ട് റമദാനിൽ നോമ്പ് നോക്കാൻ നേർച്ചയാക്കാൻ പറ്റുമോ? സുബഹി നിസ്കരിക്കാൻ നേർച്ചയാക്കാൻ പറ്റുമോ? പറ്റൂല. ജായിസായ കാര്യം ഒരാൾക്ക് നേർച്ചയാക്കാൻ പറ്റൂല. ഇതുപോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കൽ ജായിസാണ്, വസ്ത്രം ഇസ്തിരിയിടൽ അനുവദനീയമാണ്, ബിരിയാണി കഴിക്കൽ അനുവദനീയമാണ്. ഒരാൾ നേർച്ചയാക്കി നാളെ ഞാൻ നെയ്ച്ചോറ് തിന്നാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ബിരിയാണി തിന്നാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അങ്ങനെ നേർച്ചയില്ല. സംഗതി അനുവദനീയാണ്, പക്ഷെ നേർച്ചയാവൂല. നേർച്ച എന്ന് പറയണമെങ്കിൽ സുന്നത്തായ ഒരു കാര്യം, ആ സുന്നത്തായ കാര്യം തനിക്ക് നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നാളെ ളുഹർ നമസ്കാരത്തിനു ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊരു മുഅ്മിൻ പറഞ്ഞാൽ പറയുന്നത് വരെ അത് സുന്നത്തേയുള്ളൂ. പക്ഷെ അത് പറയുന്നതോടെ അത് നിർബന്ധമായി മാറുന്നു. നാളെ സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത് വരെ അത് സുന്നത്തേയുള്ളൂ. പറയുന്നതോടെ അത് നിർബന്ധമായി മാറുന്നു. വരുന്ന തിങ്കളാഴ്ച ഞാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊരാൾ നേർച്ചയാക്കിയാൽ അത് പറയുന്നത് വരെ തിങ്കളാഴ്ച റമദാനല്ലാത്ത മാസങ്ങളിൽ നോമ്പ് നോക്കൽ സുന്നത്തേയുള്ളൂ. പക്ഷെ അത് പറയുന്നതോടെ നിർബന്ധമായി മാറുന്നു. ഇതിനാ നേർച്ച എന്ന് പറയുന്നത്. ഇത് ഇബാദത്താണ്, അത് അല്ലാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റുന്നവനാണെന്ന് പറയുന്നവൻ അല്ലാഹയല്ലാത്തവർക്ക് നേർച്ച നേരുന്നു, അല്ലാഹയല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഓ നബിയെ, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് വന്നവനാണ് ഞാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് വേവലാതിയോടുകൂടി ദുആ ചെയ്യുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ,
പാപം പൊറുക്കാൻ വേണ്ടി മരിച്ചു മൺമറഞ്ഞു പോയ അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടുന്ന ആളുകൾ, ഇങ്ങനെ പല നിലക്കും അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ അല്ലാത്തവർക്ക് നൽകുന്ന ആളുകൾ, അല്ലാത്ത പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, അല്ലേ, ജാറത്തിലുള്ള ശൈഖിനെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, ഇത്രയും രൂപത്തിൽ ആ സത്യം അല്ലാഹുവിനെ കൊണ്ട് മാത്രം ചെയ്യേണ്ട ഇബാദത്താണ് എങ്കിൽ അത് അല്ലാത്തവർക്ക് നൽകുന്നവർ, അതുപോലെ തന്നെ ഐക്കല്ല് ധരിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി കല്ല് ധരിക്കുന്ന ആളുകൾ, കല്ല് ധരിക്കുന്ന ആളുകൾ, ചില മുസ്ലിംമാര് പോലും ചില കല്ല് ധരിച്ചാൽ സൗഭാഗ്യം കൊണ്ടുവരും, കല്ലിന്റെ പോരിശ പറഞ്ഞു ആ കല്ലിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല തകിടെഴുതി തലക്ക് മുകളിൽ വെക്കുന്ന ആളുകൾ, ഒരു കച്ചവടം തുടങ്ങിയാൽ നേരെ പോയി ഒരു തകിടെഴുതി കൊണ്ടുവന്ന് തലയുടെ മുകളിൽ വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ പൈസപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ഒരു തകിടെഴുതി ഇട്ട് കൊടുക്കുന്ന ആളുകൾ. കാരണം അവന്റെ വിശ്വാസം ഇത് ഇവിടെ ഉണ്ടെങ്കിൽ സൗഭാഗ്യം ഇങ്ങനെ വരുമെന്നാണ്, ഭാഗ്യം ഇങ്ങനെ വരുമെന്നാണ്. ഈ ഐക്കല്ല് കയ്യിലുണ്ട് എങ്കിൽ ഒരു ദോഷവും എന്നെ ബാധിക്കൂല എന്നാണ് ഇവന്റെ തവക്കുലും ഇവന്റെ പ്രതീക്ഷയും. ഈ കേവലം 2 രൂപയുടെ നൂലിലേക്കും 4 രൂപയുടെ തകിടിലേക്കും തിരിച്ചുവിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന രക്ഷാകവചമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ രക്ഷയുണ്ട്. ആ രക്ഷയെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയായി മുസ്ലിം ഉമ്മത്ത് തന്നെ മാറുമ്പോ അദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇബ്രാഹിം നബിയുടെ മനസ്സ് പകർച്ച ബാധിച്ചിട്ടില്ലെങ്കിൽ, പതറിയിട്ടില്ലെങ്കിൽ, ചകിതമായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, എനിക്ക് മുന്നിൽ ആളിക്കത്തുന്ന തീക്കുണ്ടാരമില്ല, പക്ഷേ എന്റെ കാല് വിറക്കുകയാണ്, എന്റെ കൈ വിറക്കുകയാണ്. ഇതേ കാരണം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട തൗഹീദ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ നേടാൻ എന്തുണ്ട് വഴി? പാതിരാത്രികൾ അടക്കം പറയുകയാണ്, അതേ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഇസ്സത്ത് സംരക്ഷിക്കണ്ടേ, പഠിച്ചവന്റെ ഇസ്സത്ത് സംരക്ഷിക്കണ്ടേ, ദീനിന്റെ ഇസ്സത്ത് സംരക്ഷിക്കണ്ടേ. എങ്ങനെയാ ദീനിന്റെ ഇസ്സത്ത് സംരക്ഷിക്കുക? പാതിരാത്രിയിൽ അവന്റെ അടിവയറ്റിൽ കടാര ഇറക്കാം, അല്ലെങ്കിൽ ബോംബെറിയാം, അല്ലെങ്കിൽ ചവേറാകാം. അങ്ങനെ നമ്മുടെ ഇസ്സത്ത് സംരക്ഷിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ ആരോടും കൽപ്പിച്ചിട്ടില്ല ഇസ്സത്ത് സംരക്ഷിക്കാൻ. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ബഹുമാനായ സലഫി ഓതിയല്ലോ, ഒരു മനുഷ്യൻ മൻ ഖതല നഫ്സൻ, ഒരാള് വേറൊരാളെ അന്യായമായി കൊന്നാൽ കിസ്വാസിന് വേണ്ടിയല്ലാതെ, അല്ലെങ്കിൽ ഇസ്ലാമിക ആ സൈന്യത്തിൽ ചേർന്ന് ആർമിയിൽപ്പെട്ട് ആ സൈന്യത്തിൽ യുദ്ധം ചെയ്യുന്ന വേളയിലല്ലാതെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ആ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അന്യായമായി ഒരു മനുഷ്യൻ വേറൊരുത്തനെ കൊന്നാൽ അവന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖതലന്നാസ ജമീആ ഫകഅന്നമാ ഖതലന്നാസ ജമീആ, അവൻ മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ് എന്ന സൂറത്ത് മാഇദയിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുത്തൻ വേറൊരുത്തനെ അന്യായമായി കൊന്നു. അവസാനം രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ മഹ്ശറയിൽ കൊലയാളിയും കൊല്ലപ്പെട്ടവനും ഒരുപോലെ വരികയാണ്. അവിടെ മരിച്ചുപോയ ആള് അവിടെ വരാതിരിക്കൂലല്ലോ, ഇവൻ കൊന്നവും വരാതിരിക്കൂലല്ലോ. കൊലയാളിയും കൊല്ലപ്പെട്ടവനും ഒരുപോലെ റബ്ബിന്റെ മുന്നിലേക്ക് വരുമ്പോ കൊലപാതകിയോട് റബ്ബ് ചോദിക്കുന്നു, എന്തിനാടാ നീ അവനെ കൊന്നത്? എന്തിനാടാ നീ അവനെ കൊന്നത്? ഉടൻ തന്നെ ഈ കൊലയാളി റബ്ബിനോട് പറയാണ്, പടച്ചോനെ, നിന്റെ ഇസ്സത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊന്നത്, നിന്റെ ഇസ്സത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊന്നത് എന്ന് രാജാതിരാജനായ റബ്ബിനോടവൻ ന്യായം പറയാൻ ശ്രമിക്കുമ്പോ കൊലയാളിയോട് റബ്ബ് ചോദിക്കുകയാണ്, അതിന് എന്റെ ഇസ്സത്ത് എവിടെ പോയടാ? എന്റെ ഇസ്സത്ത് എപ്പോഴാടാ നഷ്ടപ്പെട്ടത്? എന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടാലല്ലേ നീ എന്റെ ഇസ്സത്ത് സംരക്ഷിക്കാൻ വേണ്ടി വേറൊരുത്തരെ കൊല്ലേണ്ടതുള്ളൂ. എന്റെ ഇസ്സത്ത് എപ്പോഴാടാ നഷ്ടപ്പെട്ടത്? പറയടാ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കൊലപാതകിയോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകം പഠിപ്പിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഈ കലുഷിതമായ മാനസികാവസ്ഥ എങ്ങനെയാ നമുക്ക് രൂപപ്പെട്ടത്? ഒരു മുഅ്മിൻ തീക്കുണ്ടാരത്തിന്റെ മുന്നിലും പകച്ചു പോകൂല, കല്ലിന് മുന്നിൽ പകച്ചു പോകൂല, എതിരാളികൾ കുഴമ്പുകളുമായി വരുമ്പോ പകച്ചു പോകൂല. കാരണം നമ്മൾ കുറ്റവാളികളല്ല, നമ്മൾ അക്രമികളല്ല. നേരെ മറിച്ച് നമുക്ക് ഒരേ ഒരു വഴിയേയുള്ളൂ. ജീവിക്കുകയാണെങ്കിൽ തൗഹീദുമായി ജീവിക്കണം, മരിക്കുകയാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഉച്ചരിച്ച് മരിക്കണം.
ഇത് മാത്രമേ ഒരു മുഅ്മിൻ സ്വപ്നം കാണുന്നുള്ളൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഒരു തരത്തിലും നാശം ഉദ്ദേശിക്കുന്നില്ല. കാരണം ഖുർആൻ മുവഹിദിനെ പഠിപ്പിക്കുന്നത്, തൗഹീദിന്റെ മാർഗം ഉൾക്കൊണ്ടവനെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നീ മുനാഫിക്കാകരുത് എന്നാണ്, കപട വിശ്വാസി ആകരുത് എന്നാണ്. എന്താ കപട വിശ്വാസിയുടെ പ്രത്യേകത? ഖുർആൻ പറഞ്ഞു വമിനന്നാസി മയ്യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയാ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. അല്ലാഹ് പറയുന്നു, മനുഷ്യരിൽ ചില ആളുകളുണ്ട് മയ്യുഅ്ജിബുക ഖൗലുഹു, അവരുടെ വർത്തമാനം കേട്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. അവർ വർത്താനം കേട്ടാൽ നീ അത്ഭുതപ്പെട്ടു പോകും. ആജാതി വർത്താനാണ്. നമ്മളൊന്നും ഒന്നുമല്ല, അള്ളാഹിന്റെ ദീന്റെ മാർഗത്തിൽ രാപ്പോല് പണിയെടുക്കണമെന്ന് ഒന്നുമല്ല. ഇവരിപ്പം ഇങ്ങോട്ട് വരാണ് മാലാഖയെ പോലെ. എന്നിട്ട് എന്താ പറയണത്? ഇതൊന്നുമല്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളിങ്ങനെ റോഡിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ പ്രവർത്തനം കൊണ്ടൊന്നും കാര്യമില്ല. അവരെ കണ്ടാൽ അവർ വർത്താനം നിന്നെ അത്ഭുതപ്പെടുത്തും. അവരുടെ ഹൃദയത്തെ ചൂണ്ടി അവർ പറയും, അല്ലാഹയാണ് സാക്ഷി. ഞങ്ങളുടെ നന്മ, ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച നന്മ, ആ നന്മക്ക് അല്ലാഹയാണ്, പടച്ചവനെയാണ് അവർ സാക്ഷി കൊണ്ടുവരുന്നത്. വഹുവ അലദ്ദുൽ ഖിസാം. വല്ലാത്ത തരത്തിൽ വാചകമടിക്കുന്ന ആളുകളാണവർ. അപാര വാചകമടിക്കുന്ന ആളുകള്, ഭയങ്കര വാചകടിയായിരിക്കും ഈ മനുഷ്യന്മാര്. അങ്ങനെ വാചകമടിച്ച് അള്ളാഹിനെ സാക്ഷി നിർത്തി അവരുടെ വാക്കുകളൊക്കെ അത്ഭുതപ്പെടുത്തിയ കുറെ മനുഷ്യന്മാര്. അല്ലാഹ് പറയാണ്, വഇദാ തവല്ലാ സഅഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർത വന്നസ്ല. എന്നാൽ അവര് മടങ്ങിപ്പോയാലോ തിരിഞ്ഞു പോയാലോ, പൊതുജനത്തിന്റെ ഇടയിൽ നിന്ന് അവരൊറ്റക്ക് മാറിപ്പോയാലോ, ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർത വന്നസ്ല, അവർ തിരിഞ്ഞു പോയിട്ട് കൃഷികൾ നശിപ്പിക്കുന്നു, മനുഷ്യ മക്കളെ കൊല്ലുന്നു, നാശം വിതക്കുന്നു, ചാവേറുകളാകുന്നു, കലാപമുണ്ടാക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, എടാ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഇത് അല്ലാഹ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്ട, കുഴപ്പമുണ്ടാക്കുന്ന പടച്ചോൻ ഇഷ്ടമല്ല. ആരെ കുറിച്ചാണ് ഈ പറഞ്ഞത്? യഹൂദികളെ കുറിച്ചാണോ? അല്ല കേട്ടോ. നസ്വാറാക്കളെ കുറിച്ചാണോ? അല്ല കേട്ടോ. ഹൈന്ദവരെ കുറിച്ചാണോ? അല്ല കേട്ടോ. നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഹബീബിന്റെ പുറകിൽ നിന്ന് പ്രവാചകൻ സുജൂദ് ചെയ്യുമ്പോൾ കൂടെ സുജൂദ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അവർ മുനാഫിക്കുകളാണ്. ആ മുനാഫിക്കുകളായ ആളുകളെ ചൂണ്ടി ആ റബ്ബ് പറയുന്നത്, അവർ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് ദീൻ അതിന്റെ ആളുകളാണെന്ന് അള്ളാഹിനെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചിട്ട് വാചകമടിച്ചിട്ട് അവര് മടങ്ങിപ്പോയി കുഴപ്പങ്ങളും ഫിത്നകളും കൊലപാതകങ്ങളും നടത്തുന്നു. ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടമല്ല ഉണ്ടാക്കുന്നത്. എന്നാ വേറൊരു ചങ്ങാതിമാർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട അവരെ വിളിച്ചു നീ ഉപദേശിച്ചു നോക്കൂ. എന്താ പറയേണ്ടത്? ഇത്തഖില്ല, അള്ളാഹനെ മനുഷ്യ, അള്ളാഹനെ പേടിക്കടാ. ഇത്തരം ആളുകളോട് പറഞ്ഞാൽ അവർ വല്ലാത്തൊരു ദുരഭിമാനം പിടിപെടും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇങ്ങനെ അവനൊരു ദുരഭിമാനം, പാപം കൊണ്ടുള്ള ദുരഭിമാനം അവനെ പിടിപെടും. അവന് നരകം മതി. അതെത്ര ദുഷിച്ച സങ്കേതമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, അത് ദുഷിച്ച മാർഗമാണ്, ആ മാർഗം ആരും തെരഞ്ഞെടുക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള മാർഗം ഇബ്രാഹിം നബിയുടെ മാർഗമാണ്. അവിടെ കലാപമില്ല, ചാവേറുമില്ല, അടിപിടിയില്ല, കലഹമില്ല, അരണ്ട വെളിച്ചമില്ല. നേരെ മറിച്ച് അത് ഖുർആൻ, നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആനിൽ 2 ആയത്തിൽ അത് പഠിപ്പിച്ചേ. ലോകത്തോട് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്, ഏത് ഐബി വന്നാലും, ഏത് ഇന്റലിജൻസ് വന്നാലും, ആര് വന്നാലും നമുക്ക് പറയാനുള്ള കാര്യം ഉള്ളിൽ പറയാനുള്ളതാ പുറത്തു പറയാനുള്ളത്, പുറത്തു പറയാനുള്ളതാ ഉള്ളിലും പറയാനുള്ളത്, വേറൊന്നും പറയാനില്ല. അതെന്താ? ലോകത്തോട് നമുക്ക് പറയാം, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. വാ പറഞ്ഞു തരാം. ആരോടാ പറയേണ്ടത്?
ഫാസിസ്റ്റുകളാണോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ യഹൂദികളാണോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. നസ്വാറാക്കളാണോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ലോക സമൂഹമേ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് താലൗ, വാ, എല്ലാവരും വാ, ആരും മാറി നിൽക്കണ്ട. താലൗ, എല്ലാവരും വരൂ. അത്ലുമാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതൊരു മറയുമില്ലാതെ പറഞ്ഞു തരട്ടെയോ? അല്ലാ തുശ്രികു ബി അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ഒന്നാമതായി പറയാനുള്ളത് ഇബ്രാഹിം നബി പറഞ്ഞതുപോലെയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. അത് ഒരിക്കലും മാന്യമല്ല, ഒരിക്കലും ശരിയായ വഴിയല്ല, ഒരിക്കലും അത് നിങ്ങളെ വിജയിപ്പിക്കുകയുമില്ല. ആ വഴി മാറണം, ആ വഴി വിടണം. അറബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനുൻ അദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു അസിൽതുൽ ജിന്ന വൽ ജിന്നാന അന്നി കദാലിക യഫ്അലുൽ ജൽദുസ് സബൂറു ഫലൽ ഉസ്സാ അദീനു വലബ്തരിഹാ വലാ സനമൈ ബനി അംരിൻ അസൂറു വലാ ഹുബലൻ അദീനു വകാന റബ്ബാ ലനാ ഫിദ്ദഹരി ഇദാ ഹിൽമി സഗീറു ولكن أعبد الرحمن ربي ليغفر ذنبي الرب الغفور فتقوى الله ربكم احفظوها متى ما تحفظوها لا تبورا ترى الأبرار دارهم جنان وللكفار حامية سعير. ഏകനായ ഇലാഹാണോ, ഏകനായ റബ്ബാണോ, അതോ ആയിരക്കണക്കിന് റബ്ബാണോ? ഏതിനെയാ സ്വീകരിക്കേണ്ടത്? ആയിരക്കണക്കിന് റബ്ബിനെയാണോ സ്വീകരിക്കേണ്ടത്? അതല്ല ഏക റബ്ബിനെയാണോ സ്വീകരിക്കേണ്ടത്? ഏക റബ്ബിനെയല്ലേ നാം സ്വീകരിക്കേണ്ടത്? അതല്ലേ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നത്? എങ്കിൽ അസിൽതുൽ ജിന്ന വൽ ജിന്നാന അന്നി, അല്ലാഹുവിന് പുറമെ ചിലർ കൊണ്ട് നടക്കുന്ന ജിന്നുണ്ടല്ലോ, ആ ജിന്നിനെ ഞാൻ വലിച്ചെറിയുകയാണ്, ഞാൻ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എനിക്ക് ജിന്ന് വേണ്ട. അസിൽതുൽ ജിന്ന വൽ ജിന്നാന അന്നി കദാലിക യഫ്അലുൽ ജൽദുസ് സബൂറു. ലോകത്ത് മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥത്തിന്റെ ആളുകൾ അവർ ജിന്നുകളെ വലിച്ചെറിഞ്ഞു, അവർ പിശാചുക്കളെ വലിച്ചെറിഞ്ഞു, അവർ കുട്ടിച്ചാത്തന്മാരെ വലിച്ചെറിഞ്ഞു, അവർ അല്ലാഹുവിന് പുറമെയുള്ള സർവ്വ പടപ്പുകളെയും വലിച്ചെറിഞ്ഞുവെങ്കിൽ ഞാനും ഇതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഫലൽ ഉസ്സാ, എനിക്ക് ഉസ്സയുടെ ആവശ്യമില്ല. അതുപോലെ വലാ സ്വനമൈ ബനി അംരിൻ അസൂറു, ബനു അംറുകാർ സിയാറത്ത് ചെയ്യുന്ന ഒരു വിഗ്രഹവും എനിക്ക് ആവശ്യമില്ല. വലാ ഹുബലൻ, എനിക്ക് ഹുബലിന് ആവശ്യം ഇല്ല. ഈ രൂപത്തിൽ ഹുബലിനെ എനിക്ക് വേണ്ട, ഉസ്സയെ എനിക്ക് വേണ്ട, കുട്ടിച്ചാത്തന്മാരെ എനിക്ക് വേണ്ട, ജിന്നുകളെ എനിക്ക് വേണ്ട. വലാകിൻ അഅ്ബുദുർ റഹ്മാന റബ്ബി, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് റഹ്മാനായ എൻ്റെ റബ്ബിന് മാത്രമാണ്. കാരണം ലിയഗ്ഫിറ ദംബിയർ റബ്ബുൽ ഗഫൂർ, ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ ആ റബ്ബ് പൊറുത്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പൊറുക്കുന്നവനായ ഗഫൂറായ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ഫറഫതഖുവല്ലാഹി റബ്ബുകും ഉഹ്ഫദൂഹാ മതാ മാ തഹ്ഫദൂഹാ ലാ തബൂറൂ. എനിക്ക് സംരക്ഷണം തരേണ്ടവൻ റബ്ബാണ്, എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടവൻ റബ്ബാണ്. ആ പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടുന്നത് ഞാൻ തമ്മാടിയാകുമ്പോഴല്ല, ഞാൻ തീവ്രവാദിയാകുമ്പോഴല്ല, ഞാൻ ഭീകരവാദിയാകുമ്പോഴല്ല, ഞാൻ കലാപം വിതക്കുമ്പോഴല്ല. നേരെ മറിച്ച് അല്ലാഹ് എനിക്ക് തരുന്ന പ്രൊട്ടക്ഷൻ ഞാൻ തഖ്വയുള്ളവനായി മാറുമ്പോഴാണെങ്കിൽ ഞാൻ ആ തഖ്വ കൊണ്ട് പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നു, ആ റബ്ബിന്റെ സംരക്ഷണം കൈവരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ കാരുണ്യവും അവന്റെ പ്രൊട്ടക്ഷനും അവന്റെ ആ സംരക്ഷണവും മതി എനിക്ക് എന്ന് പറയുന്ന മുഅ്മിനാകാൻ, വിശ്വാസിയാകാൻ ലോകത്തെ ഞങ്ങൾ വിളിക്കുകയാണ്, ലോകത്തോട് ആദർശം പറയുകയാണ്, ലോകത്തോട് ആദർശം വളച്ചുകെട്ടില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാമതായി ഇസ്ലാമിക സമൂഹം ലോകത്തോട് പറയുന്നത് ഈ തൗഹീദാണ്, ശിർക്ക് ചെയ്യരുത് എന്നാണ്.
ഇനി ലോകത്തോട് മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, വിശ്വാസികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. അവരേത് മതക്കാരായാലും ഏത് ജാതിയിലുള്ളവരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വാപ്പയാണോ ഉമ്മയാണോ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളെ അതേ കൊണ്ടുപോയി തൊഴുത്തിൽ വലിച്ചെറിയുന്ന തലമുറയോട്, മാതാപിതാക്കളെ അതേ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് അനാഥശാലകളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഓൾഡ് ഏജ് സെന്ററുകളിൽ കൊണ്ടുപോയി വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത് എന്നാണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത് എന്നാണ്. നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഭക്ഷണം തരുന്നവൻ റബ്ബാണെന്നാണ്. അതാണ് ലോകത്തോട് മുഅ്മിനുകൾക്ക് പറയാനുള്ളത്. വലാ തഖറബുൽ ഫവാഹിശ മാ ലഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലും നിങ്ങൾ മ്ലേച്ഛ കാര്യങ്ങളെ, മോശപ്പെട്ട കാര്യങ്ങളെ, ഫവാഹിഷുകളെ സമീപിക്കരുത് എന്നാണ്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ പോലും കൊല്ലരുത് എന്നാണ് ലോകത്തോട് ഇസ്ലാം പറഞ്ഞത്. ലോകത്തോട് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത് വലാ തഖറബു മാലൽ യതീം, ഒരിക്കലും യതീമിന്റെ മുതൽ അന്യായമായി തിന്നരുത് എന്നാണ്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, തുലാസിൽ അളവ് തൂക്കങ്ങളിൽ നിങ്ങൾ കൃത്യത പാലിക്കണം, ഒരിക്കലും അതിൽ കുറവ് വരുത്തരുത് എന്നാണ്. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, അടുത്ത ബന്ധുമിത്രാദികളുടെ കാര്യത്തിലായാൽ പോലും നീതി വിട്ടുകൊണ്ടൊരു അക്ഷരം സംസാരിക്കരുത് എന്നാണ്. വബിഅഹദില്ലാഹി ഔഫു, സർവോപരി റബ്ബിന് കൊടുത്ത കരാറുകളെ പാലിക്കണമെന്നാണ്. ഇതാണ് ലോകത്തോട് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്. ഇതൊരു വഴിയാണ്, ഇതൊരു മില്ലത്താണ്, ഇതൊരു മാർഗമാണ്, ഇതൊരു വഴിയാണ്. ഈ മാർഗമാണ് ലോകത്തോട് മുഅ്മിനുകൾ പറയുന്നതെങ്കിൽ, വിശ്വാസികൾ പറയുന്നതെങ്കിൽ, ആ വഴി മറഞ്ഞ വഴിയല്ല, ആ വഴി തെളിഞ്ഞ വഴിയാണ്, ആ വഴിയിൽ നിഗൂഢതകളില്ല, ആ വഴി സുതാര്യമായ വഴിയാണ്. അതുകൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വഴിയെ ചൂണ്ടിക്കാണിക്കാൻ അല്ലാഹു പറഞ്ഞത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാണെന്റെ വഴി, ഇതാണെന്റെ വഴി, ഇതാണെന്റെ വഴി എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം വ്യക്തമായ വഴിയാകുന്നു അത്. ഫത്തബിഉ, ഈ വഴി നിങ്ങൾ പിൻപറ്റണേ. വലാ തത്തബിഉ സുബുല, അതിനപ്പുറം മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റിയാലോ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു വഴിയുണ്ട്, അതൊരു പുതിയ വഴിയല്ല. നേരെ മറിച്ച് ക്രൈസ്തവർ അംഗീകരിക്കുന്ന, യഹൂദികൾ അംഗീകരിക്കുന്ന, ലോക സമൂഹം അംഗീകരിക്കുന്ന അബ്രഹാമിന്റെ വഴി, ഇബ്രാഹിം നബിയുടെ വഴി, അവിടുത്തെ കുടുംബത്തിന്റെ വഴി, ആ താഴ്വഴിയായി കടന്നു വന്ന മക്കയിൽ ഉദയം ചെയ്ത ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി, ആ വഴി സ്വീകരിക്കുവാനാണ് ലോകത്തോട് ഇസ്ലാമിക സമൂഹം ആവശ്യപ്പെടുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ലോക സമൂഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. IB-യിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അവരന്വേഷിച്ച് വരുമ്പോഴല്ല, നേരെ മറിച്ച് അന്വേഷിക്കാതെ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ ഖുർആൻ, ഇതാണ് എൻ്റെ അവലംബം, ഇതാണ് ഹദീസ്, ഇതാണ് ഞാൻ അവലംബിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം, ഏത് നീതികൂടത്തിനും പരിശോധിക്കാം, ഏത് വകുപ്പിനും പരിശോധിക്കാം, ഏത് അന്വേഷണ വിഭാഗത്തിനും പരിശോധിക്കാം. അതാണ് ഇവിടെ വളരെ വ്യക്തമായി ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറയില്ലാത്ത പ്രബോധനം, തടസ്സങ്ങളില്ലാത്ത പ്രബോധനം, വളച്ചുകെട്ടില്ലാത്ത പ്രബോധനം, നേർക്ക് നേരെയുള്ള പ്രബോധനം, തൗഹീദിലൂന്നിയ പ്രബോധനം, സുന്നത്തിലൂന്നിയ പ്രബോധനം, ആ പ്രബോധനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ശൈലിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈമാനോടെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് തന്നെ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ തൗഹീദിന് വേണ്ടി മരിക്കുന്നത് വരെ വാദിക്കാനും അവസാനം ആ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇതിന്റെ പ്രവർത്തകർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അല്ലാഹ്, നീ ഇത് കബൂലാക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ആളുകൾ, അവർ ഏതൊരു നന്മയാണോ അവരുടെ കൽബിൽ കാണുന്നത്,
അള്ളാഹുവേ അത് നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ വന്നിറങ്ങുമ്പോ പല പ്രവർത്തകരും എന്നെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, പല ആളുകളും തെറ്റിദ്ധരിച്ചവരുണ്ട്, അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്ന് അവരവരുടേതായ കാര്യങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കുകയുണ്ടായി. ആ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് മനസ്സുകളെ മാറ്റുന്നവൻ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ തഅതിക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നിനക്കുള്ള വണക്കത്തിലും അല്ലാഹുവേ നിനക്കുള്ള ഇബാദത്തിലും ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഏതെങ്കിലും തരത്തിൽ ഈ മഹത്തായ കൂട്ടായ്മയിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, ആ തൗഹീദുമായി സുന്നത്തുമായി അവരെ ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ. ഇഹത്തിലും പരത്തിലും ഒന്നിച്ച് നല്ല മനസ്സോടെ കൂട്ടായ്മയോടെ കുടുംബസമേതം നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.